വായിക്കുന്ന വിശുദ്ധ വേദപുസ്തക ഭാഗം ഉൽപ്പത്തി 35:1 മുതൽ 29 വരെ. ഉൽപ്പത്തി 1 മുതൽ 29 വരെ. അനന്തരം ദൈവം യാക്കോബിനോട്, നീ പുറപ്പെട്ടു ബേഥേൽ ചെന്ന് പാർക്ക. നിന്റെ സഹോദരനായ ഏശാവിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് കൽപ്പിച്ചു. അപ്പോൾ യാക്കോബ് തൻ്റെ കുടുംബത്തോടുകൂടെ ഉള്ള എല്ലാവരെയും നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞു. നിങ്ങളെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുവിൻ. നാം പുറപ്പെട്ടു ബേഥേലിലേക്ക് പോകുക. എൻ്റെ കഷ്ടകാലത്തെ എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ പോയ വഴിയിൽ എന്നോടുകൂടി ഇരിക്കുകയും ചെയ്ത ദൈവത്തിന് ഞാൻ അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അവർ തങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെയൊക്കെയും കാതുകളിലെ കുണുക്കുകളെയും യാക്കോവിന്റെ പക്കൽ കൊടുത്തു. യാക്കോവ് അവയെ ശെഖേനരികെയുള്ള കരുവേലകത്തിൻ കീഴിൽ കുഴിച്ചിട്ടു. പിന്നെ അവർ യാത്ര പുറപ്പെട്ടു. അവരുടെ ചുറ്റും ഇരുന്ന പട്ടണങ്ങളുടെ മേൽ ദൈവത്തിന്റെ ഭീതി വീണതുകൊണ്ട് യാക്കോവിന്റെ പുത്രന്മാരെ ആരും പിന്തുടർന്നില്ല. യാക്കോവും കൂടെയുള്ള ജനമൊക്കെയും കനാൻ ദേശത്തിലെ ലൂസ് എന്ന ബേഥേലിലെത്തി. അവിടെ അവൻ ഒരു യാഗപീഠം പണിതു. തൻ്റെ സഹോദരന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ അവൻ അവിടെ വെച്ചു ദൈവം പ്രത്യക്ഷനായതുകൊണ്ട് അവൻ ആ സ്ഥലത്തിന് ഏൽ ബേഥേൽ എന്ന് പേർ വിളിച്ചു. റെബേക്കായുടെ ധാത്രിയായ ദെബോറ മരിച്ചു. അവളെ ബേഥേലിന് താഴെ ഒരു കരുവേലത്തിൻ കീഴിൽ അടക്കി. അതിനെ അല്ലോൺ ബാക്കൂത്ത് എന്ന് പേരിട്ടു. വിലാപ വൃക്ഷം. യാക്കോബ് പദൻ അരാമിൽ നിന്ന് വന്ന ശേഷം ദൈവം അവന് പിന്നെയും പ്രത്യക്ഷനായി അവനെ അനുഗ്രഹിച്ചു. ദൈവം അവനോട്, നിന്റെ പേർ യാക്കോബ് എന്നല്ലോ, ഇനി നിനക്ക് യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് തന്നെ പേരാകണം എന്ന് കൽപ്പിച്ചു. അവന് ഇസ്രായേൽ എന്ന് പേരിട്ടു. ദൈവം പിന്നെയും അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. നീ സന്താനപുഷ്ടിയുള്ളവനായി പെരുകുക. ഒരു ജാതിയും ജാതികളുടെ കൂട്ടവും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും. രാജാക്കന്മാരും നിന്റെ കടിപ്രദേശത്ത് നിന്ന് പുറപ്പെടും. ഞാൻ അബ്രഹാമിനും ഇസ്ഹാക്കിനും കൊടുത്ത ദേശം നിനക്ക് തരും. നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ഈ ദേശം കൊടുക്കും എന്നരുളി ചെയ്തു. അവനോട് സംസാരിച്ച സ്ഥലത്തു നിന്ന് ദൈവം അവനെ വിട്ടു കയറിപ്പോയി. അവൻ തന്നോട് സംസാരിച്ചെടുത്ത് യാക്കോബ് ഒരു കൽത്തൂൺ നിർത്തി. അതിന്മേൽ ഒരു പാനീയ യാഗം ഒഴിച്ച് എണ്ണയും പകർന്നു. ദൈവം തന്നോട് സംസാരിച്ച സ്ഥലത്തിന് യാക്കോബ് ബേഥേൽ എന്ന് പേരിട്ടു. അവർ ബേഥേലിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. എഫ്രാത്തയിൽ എത്തുവാൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ റാഹേൽ പ്രസവിക്കുമ്പോൾ അവൾക്ക് കഠിന വേദനയുണ്ടായി. അങ്ങനെ പ്രസവത്തിൽ അവൾക്ക് കഠിന വേദനയായിരിക്കുമ്പോൾ സൂത്രകർമ്മിണി അവളോട് ഭയപ്പെടേണ്ട, ഇതും ഒരു മകനായിരിക്കും എന്ന് പറഞ്ഞു. എന്നാൽ അവൾ മരിച്ചുപോയി. ജീവൻ പോകുന്ന സമയം അവന് ബെനോനി എന്ന് പേരിട്ടു. അവൻ്റെ അപ്പനോ അവന് ബെന്യാമിൻ എന്ന് പേരിട്ടു. റാഹേൽ മരിച്ചിട്ട് അവളെ ബേത്ലഹേം എന്ന എഫ്രാത്തിന് പോകുന്ന വഴിയിൽ അടക്കം ചെയ്തു. അവളുടെ കല്ലിന്മേൽ യാക്കോബ് ഒരു തൂൺ നിർത്തി. അതിന് റാഹേലിൻ്റെ കല്ലറത്തൂൺ എന്ന പേരോടെ ഇന്നുവരെയും നിലനിൽക്കുന്നു. പിന്നെ ഇസ്രായേൽ യാത്ര പുറപ്പെട്ടു. ഏദേൻ ഗോപുരത്തിന് അപ്പുറം കൂടാരം അടിച്ചു. ഇസ്രായേൽ ആ ദേശത്ത് പാർത്തിരിക്കുമ്പോൾ റൂബേൻ ചെന്നു തൻ്റെ അപ്പൻ്റെ വെപ്പാട്ടിയായ ബിൽഹായോടുകൂടെ ശയിച്ചു. ഇസ്രായേൽ അത് കേട്ടു. യാക്കോവിൻ്റെ പുത്രന്മാർ 12 പേരായിരുന്നു. ലേയായുടെ പുത്രന്മാർ യാക്കോവിൻ്റെ ആദ്യജാതൻ രൂബേൻ, ശിമെയോൻ, ലേവി, യഹൂദ, ഇസാഖാൻ, സെബൂലൻ. റാഹേലിൻ്റെ പുത്രന്മാർ യോസഫും ബെന്യാമിനും. റാഹേലിൻ്റെ ദാസിയായ ബിൽഹായുടെ പുത്രന്മാർ ദാനും നപ്താലിയായും. ലേയായുടെ ദാസിയായ സിബ്ലായുടെ പുത്രന്മാർ ഗാദും ആശേരും. ഇവർ യാക്കോബിന് പദൻ അരാമിൽ വെച്ചു ജനിച്ച പുത്രന്മാർ. പിന്നെയും യാക്കോബ് കിര്യത്തർബ എന്ന മാമ്രയിൽ തൻ്റെ അപ്പനായ ഇസഹാക്കിൻ്റെ അടുക്കൽ വന്നു. അബ്രഹാം ഇസ്ഹാക്കും പാർത്തിരുന്ന ഹെബ്രോൻ ഇത് തന്നെ. ഇസഹാക്കിൻ്റെ ആയുസ് 150 സംവത്സരമായിരുന്നു. ഇസഹാക്ക് വയോധികനും കാലസമ്പൂർണനുമായി പ്രാണനെ വിട്ടു മരിച്ചുപോയി. തൻ്റെ ജനത്തോട് ചേർന്നു. അവൻ്റെ പുത്രന്മാരായ ഏശാവും യാക്കോബും കൂടി അവനെ അടക്കം ചെയ്തു. ഇങ്ങനെ വേദഭാഗം വായിച്ച അവസാനിക്കുന്നു. ദൈവം താൻ സർവ്വ
യേഹോവ